ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഇത് ഇസ്രായേലിലാണ് ഈ കാഴ്ച എന്നുള്ളത്? ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച ആ ഒരു സ്ഥലമില്ലേ, ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും റീലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകത്തില്ല. ഈ പ്രകൃതി നിങ്ങളിവിടെ പിടിച്ച് നിർത്തുന്നേ. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നോർത്തേൺ ഇസ്രായേലിലെ ബനിയാസ് വാട്ടർഫോൾസിലാണ്. ബനിയാസ് വാട്ടർഫോൾസ് തിബേരിയാസിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അഥവാ 1 hour ജേണിയാണ് ബനിയാസിലേക്കുള്ളത്. നമ്മൾ ഹെർമോണൊക്കെ പോകുന്ന അതേ റൂട്ട് തന്നെയാണ് ബനിയാസിലേക്ക് പോകുന്ന റൂട്ട്. ബനിയാസ് വാട്ടർഫോൾസിൻ്റെ പാർക്കിങ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അടിപ്പൻ വ്യൂ ആട്ടോ. ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ഹെർമോൺ മൗണ്ട് ഒക്കെ വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ 31 ഷെക്കലാണ് കേട്ടോ ഒരു അഡൽറ്റിൻ്റെ ടിക്കറ്റിന് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. താഴെ ഒരു വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നടന്ന് അപ്പുറത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, മിനിമം ഒരാൾ 3 ലിറ്റർ വെള്ളമെങ്കിലും എടുത്തിട്ട് വേണം താഴോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ 800 മീറ്ററോളം നമുക്ക് താഴോട്ട് നടക്കാനുണ്ട്. മഴയത്തോട്ട് നമ്മളിങ്ങോട്ട് വന്നോണ്ടല്ലോ ഭയങ്കര സീനാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം ചെളിച്ചിരിക്കും ഇവിടെ. പക്ഷേ ഇതിപ്പോൾ ഒരു നല്ല ക്ലൈമറ്റാണ്, മഴയില്ലാത്ത സമയം. പക്ഷെ നാളെ കഴിഞ്ഞ് മഴയാണെന്ന് പറയുന്നത്. എന്തായാലും മഴയില്ലാത്തൊരു ടൈം ഇങ്ങോട്ട് വരാൻ ചൂസ് ചെയ്യുമായിരിക്കും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം താഴോട്ട് ഒലിച്ചു പോകുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് മൊത്തം ചെളിയായിട്ടിരിക്കും. ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഓർമ്മ വരുന്നത് എന്താ പറയുക, ഗാന്ധിജി പറഞ്ഞ വേർഡുണ്ടല്ലോ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ മാതിരി ഇസ്രായേലിൻ്റെ ശരിക്കുള്ള ഭംഗി നമ്മൾ കാണണമെങ്കിൽ ശരിക്കും നമ്മൾ നോർത്തേൺ ഇസ്രായേലിൽ തന്നെ വരണം. ആൾക്കാർ പോകുന്നുണ്ടോ? ഇതുപോലെ നമ്മൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോയിട്ട് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോയി അങ്ങ് വഴി കണ്ടോ, അങ്ങനെ വേണം പോകാനായിട്ട്. നമ്മുടെ നാട്ടിൽ ചുരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നില്ലേ, ആക്ച്വലി നമ്മളൊരു മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം അത് തന്നെയാണ് കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം തോന്നുന്നു നമ്മൾ വന്ന സമയത്ത് ഇവിടെ ചെളി കൊണ്ട് രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ മൊത്തം തെന്നി കിടക്കായിരുന്നു. ഇപ്പോൾ പക്ഷേ സ്റ്റെപ്പൊക്കെ വെച്ച് ഭംഗിയാക്കി. താഴെ വാട്ടർഫോൾസ് കണ്ടിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് കാണാം, കയറി വരുന്നവരെ നമുക്ക് കാണാം. നല്ല പാടാട്ടോ നടക്കാനായിട്ട്. നടക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കുമായിരിക്കും നല്ലത്, കാരണം നടക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവിടം വരെ ഉള്ളൂ നമുക്ക് വീതിയുള്ള വഴികളെ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമുക്ക് മരം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന പാലവും അതിൻ്റെ 2 സൈഡിലായിട്ട് ഹാൻഡ് റെയിലും നമുക്ക് കാണാം. ഫോറസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും ഇത് കണ്ട മക്കളെ, ഇത് കണ്ട ആരെങ്കിലും പറയുമോ ഇത് ഇസ്രായേലിലാണെന്ന്? ഇതൊന്നും കാണാതെ നിങ്ങൾ ഇസ്രായേൽ വിട്ട് പോകരുത് കേട്ടോ. നമ്മൾ ബനിയാസ് വാട്ടർഫോൾസിലേക്ക് നടന്നു പോകുന്ന ഇത് വാക്ക് വേ ആണിത്. എനിക്ക് ബനിയാസ് വാട്ടർഫോൾസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രദേശം ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ ആ വെള്ളം വന്ന് ഇങ്ങനെ കുതിച്ച് ചാടി ആ 2 പാറകൾക്കിടയിൽ കൂടെ പോകുന്ന ആ ഒരു സീനില്ലേ, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ഇസ്രായേലില് നന്നായിട്ട് മഴ കിട്ടിയോണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും വെള്ളമാണ് വെള്ളച്ചാട്ടത്തിലുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടില് അതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഉള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമുള്ള കാര്യമല്ല. എന്നാൽ പോലും ഉണ്ടല്ലോ ഇസ്രായേലിൽ ഈ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിന് അത്രമേൽ സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നതോറുമില്ലേ നമ്മുടെ മനസ്സിനിങ്ങനെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ. അത് കണ്ടോ, 2 പാറകൾക്കിടയിലൂടെ ഇങ്ങനെ മലവെള്ളം ചാടി വരുന്ന കണ്ടോ. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലെ നാച്ചുറൽ വാട്ടർ സോഴ്സാണ് കേട്ടോ ബനിയാസ് വാട്ടർഫോൾസ് എന്നുള്ളത്. അതുമാത്രമല്ല ഇസ്രായേലിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ബനിയാസ് വാട്ടർഫോൾസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ജോലി ചെയ്ത് വട്ട് പിടിച്ചിരിക്കുകയാണോ, ഒന്നും ചിന്തിക്കണ്ട, ഏറ്റവും അടുത്ത ദിവസം തന്നെ ബനിയാസ് വാട്ടർഫോൾസിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ എപ്പോഴും ഉണ്ടാകത്തില്ല, ഈ ക്ലൈമറ്റ് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല, ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാകത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മനസ്സിൻ്റെ പ്രശ്നങ്ങളും നിങ്ങളുടെ ജോലിയുടെ ആ ഒരു ഫ്രസ്ട്രേഷനും ആ ജോലിയിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ മടുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. അത് ഗ്യാരണ്ടിയാണ് കേട്ടോ. ഉള്ള ഓരോ വ്യക്തികളുടെയും മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. വൺസ് നിങ്ങളിവിടെ വരാതിരിക്കരുത്. ഒരിക്കലും എന്നെ ശ്രമിക്കുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് പോലും ഇസ്രായേൽ വിടുന്നതിന് മുമ്പ് ബനിയാസ് വാട്ടർഫോൾസ് കാണാതെ പോകരുത്. ഒന്ന് നാട്ടിൽ പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ജസ്റ്റ് ഇതിലേ ഒന്ന് വന്നാൽ മതി കേട്ടോ. നമ്മുടെ ആതിരപ്പള്ളിയിലും വാഴച്ചാലിലും കൂടെയൊക്കെ നടക്കുന്ന
അല്ലെങ്കിൽ മൂന്നാറിൽ കൂടെയൊക്കെ ഇറങ്ങി ഒരു ട്രക്കിങ് പോകുന്ന ഒരു ഫീല് നമുക്കിവിടെ കിട്ടും കേട്ടോ. അത് ഗ്യാരണ്ടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 31 ഷെക്കലും ഈ 1 കിലോമീറ്റർ നടക്കുന്നതിന് 1 കിലോമീറ്റർ ഇല്ല കേട്ടോ, ഒരു 800 മീറ്റർ ആ റേഞ്ചൊക്കെ ഉള്ളൂ. നടക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നത്തില്ല. അതെൻ്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും റീലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളിവിടെ വന്നാൽ തിരിച്ചു പോകത്തില്ല. ഈ പ്രകൃതി നിങ്ങളിവിടെ പിടിച്ച് നിർത്തുന്നേ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നത്തില്ല. അതുപോലെ ഭംഗിയുള്ളൊരു പ്രകൃതിയാണ് ഇവിടുത്തെ. മഴയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ മഴയുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും നമുക്ക് താഴോട്ട് ഇറങ്ങാനും പോകാനായിട്ട്. പക്ഷേ മഴയുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ ലെവലായിരിക്കും. ഈ ഫോറസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, വെള്ളം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെള്ളം തീരും. ഇവിടെ ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കുകയോ ഇവിടുന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറടിക്കുന്നുണ്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ കാഴ്ചകൾ തന്നെയാണ്, പക്ഷേ നമ്മളിവിടെ വന്ന് തന്നെ കാണണം കേട്ടോ. ഇത് വന്ന് കണ്ടാലേ നമുക്ക് ഈ കാഴ്ചയുടെ ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. ചില കാഴ്ചകൾ അങ്ങനെയാണ് ജീവിതത്തിൽ. നമ്മളൊരിക്കലും ഫോട്ടോയിലോ വീഡിയോയിലോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഭംഗി കിട്ടത്തില്ല. പക്ഷെ നമ്മൾ വന്ന് തന്നെ ആസ്വദിക്കേണ്ട കാഴ്ചകൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളില്ലേ, അത് നമ്മൾ വന്ന് തന്നെ കാണണം കേട്ടോ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഇവിടെയുണ്ട്. ഡോണ്ട് എൻ്റർ ടു ദ വാട്ടർ. വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. വെള്ളത്തിലിറങ്ങി കളിക്കാനോ കുളിക്കാനോ ഒന്നും പാടില്ല ഇവിടെ. വരിക, കാണുക, ആസ്വദിക്കുക, പോകുക. ഇവിടുത്തെ പല സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടത്തില്ല. ഇതിലേക്ക് എൻട്രി ഇല്ലാത്തത് കൊണ്ടും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വനനശീകരണം എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ കാട് അതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ വളരുന്ന വള്ളികളും നമ്മൾ ഈ കാണാൻ വരുന്ന ആളുകളുടെ കാഴ്ചയേക്കാൾ അല്ലെങ്കിൽ കാണാനുള്ള ആ ഒരു ഭംഗിയും കാണാനൊരുക്കുന്ന അവസരം പോലെ തന്നെ ഈ പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിലും ഇസ്രായേലിലെ ഗവൺമെൻറ് വലിയ ശ്രദ്ധയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വേണമെങ്കിൽ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി ആളുകൾക്ക് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വയ്ക്കാം. ഒരിക്കലും ഇസ്രായേൽ ഗവൺമെൻറ് അങ്ങനെ ചെയ്യത്തില്ല. അവരുള്ള പ്രകൃതി അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നീട് ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച ആ ഒരു സ്ഥലമില്ലേ, ബനിയാസ് വാട്ടർഫോൾസ്. ബനിയാസ് വാട്ടർഫോൾസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇവിടം വരെയാണ് നമുക്ക് നടന്നു വരാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ എൻഡ്. ഇതാണ് വാട്ടർഫോൾസ് അല്ലെങ്കിൽ ബനിയാസ് വാട്ടർഫോൾസ് എന്ന് പറയുന്ന ആ സ്ഥലം. അയ്യോ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഇത് ഇസ്രായേലിലാണ് ഈ കാഴ്ച എന്നുള്ളത്? ഇതൊരു ഭയങ്കര കാഴ്ച കേട്ടോ, അവിസ്മരണീയമായ കാഴ്ച എന്നൊക്കെ പറയുന്നത്. നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. ഇതിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ പോലെ. ഈ കാടിൻ്റെ ആ ഒരു ഭംഗിയും ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ബനിയാസ് വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂടുതൽ ഇസ്രായേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ബനിയാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും തന്നെ ഇവിടെ വരുന്ന കാര്യത്തിൽ മടി കാണിക്കരുത് കേട്ടോ. ഇവിടെ വരിക, കാണുക, തിരിച്ചു പോവുക. ഒരു ദിവസം ഫുൾ ഡേ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ വന്നാൽ ആ വന്നത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അത് ഗ്യാരണ്ടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.